സംവിധായകൻ ദീപു കരുണാകരന്റെ പ്രസ്താവന തള്ളി മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ പ്രകാശ് ഗോപാലൻ രംഗത്ത്. അനശ്വര സിനിമയുടെ നിസ്സഹകരണം കാണിച്ചില്ലെന്നാണ് പ്രൊഡ്യൂസർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതേയുള്ളൂവെന്നും ചിത്രീകരണ സമയം പോലും നടിയുടെ ഭാഗത്തുനിന്ന് നിസ്സഹകരണം ഉണ്ടായിട്ടില്ലെന്നും ഇദ്ദേഹം വ്യക്തമാക്കി. ഒരു അഭിമുഖത്തിലായിരുന്നു നിർമ്മാതാവിന്റെ പ്രതികരണം. സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതേയുള്ളൂ, പ്രമോഷൻ നടക്കാനിരിക്കുകയാണ്. സിനിമയുടെ ചിത്രീകരണ സമയത്ത് പോലും അനശ്വര തന്റെ അറിവിൽ നിസ്സഹകരണം കാണിച്ചിട്ടില്ല. സിനിമയുടെ പോസ്റ്റർ, ഫസ്റ്റ് ലുക്ക് കാർഡുകൾ സോഷ്യൽ മീഡിയയിൽ ഇടാൻ സാധിക്കാതിരുന്നത് അനശ്വരയുടെ ഇൻസ്റ്റഗ്രാം ആ സമയങ്ങളിൽ 3 ദിവസം ടെക്നിക്കൽ പ്രശ്നങ്ങൾ നേരിട്ടതുകൊണ്ടാണെന്ന് അറിയിച്ചിരുന്നതായും പ്രൊഡ്യൂസർ പറഞ്ഞു. ദീപുവിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ദീപു അഭിപ്രായപ്പെട്ടത്. ഇപ്പോൾ ദീപു നടത്തിയ പരാമർശം അനവസരത്തിലായിപ്പോയെന്നാണ് തന്റെ അഭിപ്രായമെന്നും ഇത് സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നും പ്രകാശ് പറയുന്നു. മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ സിനിമയുടെ ചിത്രീകരണ സമയത്ത് സഹകരിച്ച അനശ്വര സിനിമയുടെ പ്രമോഷന് വിളിച്ചപ്പോൾ വന്നില്ലെന്നും ഫോൺ എടുത്തില്ലെന്നുമായിരുന്നു സംവിധായകൻ ദീപു കരുണാകരൻ പറഞ്ഞിരുന്നത്. മറ്റു സിനിമകളുടെ പോസ്റ്ററുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച നടി ഈ സിനിമയുടെ പോസ്റ്ററുകൾ പങ്കുവയ്ക്കാതിരുന്നതിലും ദീപു പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ വിവാദങ്ങളോട് പ്രതികരിച്ച് നടി അനശ്വരയും രംഗത്ത് വന്നു. തന്റെ കരിയറിനെ ബാധിക്കണം എന്ന ദുരുദ്ദേശത്തോടെയാണ് സംവിധായകൻ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ഇപ്പോഴും ഈ സിനിമയുടെ റിലീസ് തീയതി പോലും ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ലെന്നും അനശ്വര പറഞ്ഞു. പ്രമോഷന് വരാൻ ഇപ്പോഴും തയ്യാറാണെന്നും ആ സിനിമയുമായുള്ള കരാറിലുപരി അത് തന്റെ ഉത്തരവാദിത്തമാണെന്ന തികഞ്ഞ ബോധ്യമുള്ള വ്യക്തിയാണ് താനെന്നും അനശ്വര പറയുന്നു. സിനിമയുടെ പോസ്റ്ററുകൾ പങ്കുവച്ചിരുന്നുവെന്നും ആദ്യം പ്രഖ്യാപിച്ച റിലീസ് തീയതിയോട് അനുബന്ധിച്ച് പ്രമോഷൻ ഇന്റർവ്യൂ നൽകിയിരുന്നുവെന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ അനശ്വര വ്യക്തമാക്കി. ഇതിന്റെ സ്ക്രീൻഷോട്ടും നടി പങ്കുവച്ചിരുന്നു. വിഷയത്തിൽ താരസംഘടന അമ്മയും ഇടപെട്ടിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.